ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. 2024-25 അധ്യയന വർഷത്തേക്കുള്ള ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താൻ. അപ്പോൾ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കാലിക്കറ്റ്, MG, കേരള, കണ്ണൂർ ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികൾ ആദ്യത്തെ 3 അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുകയും അതോടൊപ്പം തന്നെ ഈ അലോട്ട്മെൻറ്റിന് ശേഷം ഒരുപാട് വിദ്യാർത്ഥികൾ, അതായത് ആദ്യത്തെ 3 അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ ലഭിക്കാതെ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്. അതേപോലെ തന്നെ നേരത്തെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ അഡ്മിഷൻ ലഭിക്കുകയും പിന്നീട് മാൻഡേറ്ററി ഫീ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാതെ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്ത് പോയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. കൂടാതെ സേ പരീക്ഷ എഴുതിയിട്ട് പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. അത്തരത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോഴും അഡ്മിഷൻ ലഭിക്കാതെ പുറത്തു നിൽക്കുന്നവരുണ്ട്. അത്തരത്തിലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആമുഖമായിട്ട്, അതായത് ഒന്നാമതായിട്ട് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട, ഓരോ യൂണിവേഴ്സിറ്റിയിലും ചില കാര്യങ്ങൾ മറ്റു യൂണിവേഴ്സിറ്റിയും വ്യത്യസ്തമായിട്ടാണ് പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ യൂണിവേഴ്സിറ്റിയും കൃത്യമായിട്ടുള്ള പ്രോസസ്സ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാം. അപ്പോൾ നിലവിൽ കേരളത്തിലെ 4 യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ ടൈമാണ്. അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ആർക്കൊക്കെയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കൊടുക്കാൻ സാധിക്കുക? അപ്പം നേരത്തെ പറഞ്ഞതുപോലെ നിലവിൽ പുതുതായിട്ട് ഇതുവരെയും ഒരു യൂണിവേഴ്സിറ്റി, കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ പുതുതായിട്ട് അപേക്ഷ എപ്പോഴാണ് കൊടുക്കുക എന്നുള്ള സംശയം ചോദിച്ചിരുന്നു. അപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇതുവരെയും അപേക്ഷ കൊടുക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ കൊടുക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ നേരത്തെ സേ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ, അതേപോലെ തന്നെ ഇതുവരെയും അപേക്ഷ കൊടുക്കാത്ത വിദ്യാർത്ഥികൾ, അതായത് പലപ്പോഴും പല വിദ്യാർത്ഥികളും മറ്റ് പല കോഴ്സുകളോട് പഠിക്കാൻ ആഗ്രഹിച്ചതിന് ശേഷം പിന്നീട് ആ കോഴ്സിൽ അഡ്മിഷൻ ലഭിക്കാതെ വരുമ്പോൾ പിന്നീട് ഡിഗ്രി അപേക്ഷ കൊടുക്കാൻ ഇപ്പോൾ സാധിക്കുമെന്ന് ചോദിച്ചിരുന്നു. അത്തരത്തിലെ വിദ്യാർത്ഥികൾക്കൊക്കെ ഇപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് പുതുതായിട്ട് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ പുതുതായിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സമയത്ത് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ള സമയമാണ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഉള്ളത്. എന്നാൽ ചില യൂണിവേഴ്സിറ്റികളിൽ 3ാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്തുകൊണ്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കും 4ാമത്തെ അലോട്ട്മെൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻസിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ലഭിച്ച കോളേജിൽ നിന്ന് മാറിയിട്ട് പുതുതായിട്ട് ലഭിച്ച കോളേജിലോട്ട് അഡ്മിഷൻ എടുക്കുവാനും സാധിക്കുന്നതാണ്. കാരണം ശ്രദ്ധിക്കേണ്ട കാര്യം, ഉദാഹരണത്തിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ 3rd അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുകയും 3rd അലോട്ട്മെൻറ്റിൽ ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട്. എന്നാൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് 3rd അലോട്ട്മെൻറ്റിൽ ആഗ്രഹിച്ച കോളേജിൽ അല്ലെങ്കിൽ ഏറ്റവും ദൂരമുള്ള കോളേജിലേക്ക് കിട്ടിയ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അത്തരത്തിലെ വിദ്യാർത്ഥികൾക്കൊക്കെ നിലവിൽ ആ കോളേജിൽ പോയി വരാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അത്തരത്തിലെ വിദ്യാർത്ഥികൾക്കൊക്കെ നിങ്ങളുടെ ഏറ്റവും തൊട്ടടുത്തുള്ള കോളേജിലോട്ട് മാറുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു അലോട്ട്മെൻറ്റ് തന്നെയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാതെ ഹയർ ഓപ്ഷൻസ് നിലനിർത്തിയിട്ട് ഇപ്പോൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കൊക്കെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സമയത്ത് വീണ്ടും അലോട്ട്മെൻറ്റ് മാറിക്കഴിഞ്ഞാൽ, ഏറ്റവും മുകളിലോട്ടുള്ള കോളേജ് ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ലഭിച്ച കോളേജിൽ നിന്ന് നിർബന്ധമായിട്ട് മാറിയിട്ട് മറ്റൊരു കോളേജിലോട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഓൾറെഡി ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും പ്രതീക്ഷയുള്ള ഒരു അലോട്ട്മെൻറ്റ് തന്നെയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്. കൂടാതെ നിലവിൽ എവിടെയും അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും വളരെ പ്രതീക്ഷയുള്ള ഒരു അലോട്ട്മെൻറ്റ് തന്നെയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്. അപ്പോൾ അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, അതായത് ലേറ്റ് അഡ്മിഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റ് അത് ശ്രദ്ധിക്കേണ്ട കാര്യം 15 മുതൽ, അതായത് 18-ാം തീയതി വരെയാണ്. അപ്പോൾ നിലവിൽ ശ്രദ്ധിക്കുക, ജൂലൈ 15-ാം തീയതി മുതൽ 18-ാം തീയതി വരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ലേറ്റ് രജിസ്ട്രേഷനും അതേപോലെ തന്നെ എഡിറ്റ് ചെയ്യുവാനുമുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് 15 മുതൽ 18 വരെ ലഭിക്കുന്നതായിരിക്കും. ഈ സമയത്ത് മുഴുവൻ വിദ്യാർത്ഥികളും ഇതുവരെയും അപേക്ഷ കൊടുക്കാത്ത സേ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള, അതേപോലെ അലോട്ട്മെൻറ്റിന് പുറത്തു പോയിട്ടുള്ള വിദ്യാർത്ഥികൾ, ഇത്തരത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും, കൂടാതെ 3rd അലോട്ട്മെൻറ്റിന് ശേഷം ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാതെ വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും എന്തെങ്കിലും കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്കൊക്കെ എഡിറ്റ് ചെയ്യുവാനുമുള്ള സമയമാണ് 15-ാം തീയതി മുതൽ 18-ാം തീയതി വരെ. അപ്പോൾ അതുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധയോടെ നിങ്ങൾ കാണുക. അപ്പോൾ എന്തായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലേറ്റ് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ ഒന്നുകൂടി, അതായത് നാളെ 15-ാം തീയതി അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്നുകൂടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള സെപ്പറേറ്റ് ഇൻഫർമേഷൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾ ഈ ദിവസം വളരെ ഗൗരവകരമായിട്ട് ഉപയോഗപ്പെടുത്തുക. ഇനി അതേപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്
സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 15-ാം തീയതിയാണ്. ശ്രദ്ധിക്കുക, ജൂലൈ 15-ാം തീയതി വരെ കേരള യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുക. ഇപ്പോൾ നിലവിൽ അലോട്ട്മെൻറ്റ് പുറത്തായിട്ടുള്ള വിദ്യാർത്ഥികളും അതേപോലെ തന്നെ ഇതുവരെയും അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്കൊക്കെ ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഓരോ കോളേജിലും ഈ അഡ്മിഷൻ എടുത്തതിന് ശേഷം വീണ്ടും ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വേക്കൻസികൾ വന്നതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷ കൊടുക്കുന്നവർക്ക് ഒരുപക്ഷെ മെറിറ്റിൽ തന്നെ അഡ്മിഷൻ കിട്ടുവാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം വിദ്യാർത്ഥികൾ നഷ്ടപ്പെടുത്തരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി MG യൂണിവേഴ്സിറ്റിയിലും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നേരത്തെ SC/ST വിഭാഗത്തിലുള്ളവരുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വന്നിരുന്നു. ഇനി ജനറൽ ആയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷാ ഡേറ്റ് MG യൂണിവേഴ്സിറ്റിയിലും 17-ാം തീയതി മുതൽ, അത് ജൂലൈ 17-ാം തീയതി മുതൽ 19-ാം തീയതി വരെ ആയിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സമയത്ത് അതുമായി ബന്ധപ്പെട്ട സെപ്പറേറ്റ് വീഡിയോ വിദ്യാർത്ഥികൾക്ക് ഇൻഫർമേഷൻ നൽകുന്നതായിരിക്കും. ഇവിടെ പ്രധാനമായിട്ടും പറയാനുള്ളത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇനി വെയിറ്റ് ചെയ്യുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഒന്നുകൂടി കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇനി അവസാനമായിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി നേരത്തെ തന്നെ 3rd അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. അതേപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിലവിൽ പരീക്ഷ ഉൾപ്പെടെ എഴുതിയിട്ട് പാസ്സായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ ലേറ്റ് രജിസ്ട്രേഷൻ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. പ്രധാനമായിട്ടും പരീക്ഷ ഉൾപ്പെടെയുള്ള പരീക്ഷ എഴുതിയിട്ട് പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ്. അവിടെ നിങ്ങൾക്ക് ജസ്റ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഓഫീഷ്യൽ വെബ്സൈറ്റിൽ കാണാൻ പറ്റും പരീക്ഷ സ്റ്റുഡൻസ് അതുമായി ബന്ധപ്പെട്ടുള്ളവർക്ക് ലേറ്റ് അഡ്മിഷൻ രജിസ്ട്രേഷൻ ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകൾ ആവശ്യമായിട്ടുള്ള രേഖകൾ കൊടുത്ത് നിങ്ങൾക്കും ഈ പറയുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റിയും ലേറ്റ് അഡ്മിഷന് വേണ്ടിയിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഓരോ യൂണിവേഴ്സിറ്റിയിലും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ എല്ലാ കോളേജിലും ഈ പറയുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പരമാവധി നിങ്ങൾ അപേക്ഷ കൊടുത്തിടുക. ഈ വർഷത്തെ ഡിഗ്രി എന്ന് പറയുമ്പോൾ സാധാരണ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് 3 വർഷത്തിനേക്കാൾ ഉപരി 4 വർഷത്തെ ഡിഗ്രി ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള റൂൾ പ്രകാരം ഈ 4 വർഷത്തെ ഡിഗ്രി നിങ്ങൾ പൂർത്തീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ കഴിഞ്ഞു പോയിട്ടുള്ള ഡിഗ്രി എന്നതിനേക്കാൾ ഉപരി 4 വർഷം കൊണ്ട് വിദ്യാർത്ഥികൾ കേവലം ഡിഗ്രി എന്നതിനേക്കാൾ ഉപരി നിങ്ങളൊരു പ്രൊഫഷണലായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനും കൂടി നേടിയെടുക്കുന്ന രീതിയിലാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ സിലബസ് വരുന്നത്. അപ്പോൾ എന്തായാലും തുടക്കം എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ടും 4 വർഷത്തെ ഒരു ബാച്ച് പുറത്തിറങ്ങിയാൽ മാത്രമാണ് നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് പറയുവാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ് ഏതാണോ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ മെയിൻ സബ്ജക്റ്റുകൾ വേറെ, അതായത് കോർ സബ്ജക്റ്റുകൾ വേറെ, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അഡീഷണൽ എടുക്കുവാൻ സാധിക്കുന്ന സബ്ജക്റ്റുകൾ, ആ രീതിയിലൊക്കെ നിങ്ങൾ ഏറ്റവും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള ക്രെഡിറ്റ് മാർക്ക് നിങ്ങൾ നേടിയെടുക്കുക. അതുമായി ബന്ധപ്പെട്ട ഓറിയൻറ്റേഷൻ ക്ലാസ്സൊക്കെ ഓൾമോസ്റ്റ് എല്ലാ കോളേജുകളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ വീക്കിൽ തന്നെ നടത്തുവാനുള്ള പ്ലാനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ കോളേജിൽ ഒരുപക്ഷെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള 4 വർഷത്തെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷനൊക്കെ കിട്ടിയിട്ടുണ്ടാവും. എന്തായാലും നമ്മുടെ ഈ ഒരു ചാനൽ ഡിഗ്രി വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഫോളോ അപ്പ് എല്ലാ കാര്യങ്ങളും പരമാവധി നമ്മുടെ ഈ ചാനൽ തന്നെ നിങ്ങൾ കൂടെ തന്നെ എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കേവലം ഡിഗ്രി അഡ്മിഷൻ എടുത്ത് അതിന് ശേഷമുള്ള എക്സാമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനൊക്കെ നമ്മുടെ ഈ ഒരു ചാനൽ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഓരോ കാര്യങ്ങളും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 വർഷത്തെ ഡിഗ്രി എന്നുള്ളത് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു നേട്ടമായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ചാനൽ തന്നെ ചർച്ച ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അവസാനമായിട്ട് പറയാനുള്ളത്, ഡിഗ്രി ഇനി അഥവാ വിദ്യാർത്ഥികൾക്ക് ഈ 4 യൂണിവേഴ്സിറ്റിയിൽ റെഗുലറായിട്ട് പഠിക്കാൻ സാധിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് റെഗുലറായിട്ട് പഠിക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ കേരളത്തിൽ തന്നെ നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാനുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. നിലവിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഡിസ്റ്റൻസ് യൂണിവേഴ്സിറ്റിയാണ്, അതായത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ UGCയുടെ തന്നെ ഏറ്റവും ആദ്യമായിട്ട് 4 വർഷത്തെ ഡിഗ്രി അംഗീകാരം ലഭിച്ച പ്രധാനപ്പെട്ട ഓപ്പൺ യൂണിവേഴ്സിറ്റിയായിട്ട് നമ്മുടെ കേരളത്തിലെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 4 വർഷത്തെ ഡിഗ്രി സെയിം റെഗുലറായിട്ട് പഠിക്കുന്ന അതേ രീതിയിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഡിസ്റ്റൻസ് ആയിട്ട് നമ്മുടെ കേരളത്തിലുള്ള ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പഠിക്കാം. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം ഇവിടെ റെഗുലറായിട്ട് ഈ പറയുന്ന കോളേജിൽ അഡ്മിഷൻ ലഭിച്ചില്ല എങ്കിൽ നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ വർഷം നിങ്ങൾ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന 4 വർഷത്തെ
ഡിഗ്രി നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആയിട്ട് തന്നെ പഠിക്കാം. അതിൽ തന്നെ 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് പൂർത്തീകരിക്കാം. അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ പറയുന്ന രീതിയിൽ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാം. ഇനി അതേപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെയും ഡിസ്റ്റൻസ് ഡിഗ്രി ഓൾറെഡി അപേക്ഷ വിളിച്ചിട്ടുണ്ട്. പക്ഷേ കേരള യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻസ് ഡിഗ്രിയുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് 2 കോഴ്സുകളാണ് ഡിഗ്രിക്കുള്ളൂ. അതായത് BSc മാത്തമാറ്റിക്സും BSc ലൈബ്രറി സയൻസും മാത്രമാണ്. ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിളിച്ചില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും ഈ പറയുന്ന BCom BBA ഉൾപ്പെടെ 1, 2, 3 കോഴ്സുകൾ മാത്രമാണ് ഡിസ്റ്റൻസ് വിഭാഗത്തിലുള്ളൂ. എന്നാൽ ബാക്കിയുള്ള ഏകദേശം 20ഓളം കോളേജുകൾ ഡിഗ്രി വിഭാഗത്തിലും 20ൽ കൂടുതൽ കോളേജുകൾ സബ്ജക്റ്റുകൾ ഡിഗ്രിയിലും അതേപോലെ തന്നെ PGയിലുമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഓപ്പൺ യൂണിവേഴ്സിറ്റി കേരളത്തിലെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷനൊക്കെ നമ്മൾ നേരത്തെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അതുമായി ബന്ധപ്പെട്ടുള്ള സെപ്പറേറ്റ് വീഡിയോ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഫൈനലി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഈ സമയം വളരെ കൃത്യമായി ഗൗരവത്തോടുകൂടി വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന അപേക്ഷ ഈ സമയത്ത് നിങ്ങൾക്ക് ലേറ്റ് അഡ്മിഷനായിട്ട് ലേറ്റ് രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ചെയ്യുവാൻ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട കാര്യം 4 വർഷത്തെ ഡിഗ്രിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ഈ കോഴ്സ് പൂർത്തീകരിക്കുക. ജസ്റ്റ് 3 വർഷത്തെ ഡിഗ്രി എടുത്തതുകൊണ്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അതിനേക്കാൾ ഉപരി ഈ 4 വർഷത്തെ ഡിഗ്രി എടുക്കുമ്പോൾ പ്രൊഫഷനായിട്ട് നിങ്ങൾ എന്ത് നേടി എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്ന രീതിയിൽ കൃത്യമായിട്ടുള്ളൊരു പ്രൊഫഷനോട് പോകുവാൻ സാധിക്കുന്ന രീതിയിൽ ഡിഗ്രി നിങ്ങൾ പൂർത്തീകരിക്കണം. അതിനൊക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഉടൻ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള ഘട്ടങ്ങളിൽ അഡ്മിഷൻ ലഭിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അടിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.